CMRL MD ശശിധരൻ കർത്തായ്ക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് ഒരു കോൺഗ്രസിന്റെ നേതാവ് എത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും ED അന്വേഷണവും നേരിടുന്ന ശശിധരൻ കർത്ത തെരഞ്ഞെടുപ്പ് സ്വന്തം പണവും സ്വാധീനവും ഉപയോഗിച്ച് അട്ടിമറിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പരാതി പറയുന്നത്. തൃശൂർ ജില്ലയിലെ മണലൂരിൽ TN പ്രതാപനെ തോൽപ്പിക്കുന്നതിനായിട്ട്, രവീന്ദ്രനാഥ് സാറിനെ ജയിപ്പിക്കുന്നതിനായിട്ട് പലതരത്തിലുള്ള കളികളും അവിടെ ശശിധരൻ കർത്ത നേരിട്ട് ഇടപെട്ട് കളിച്ചു. നേരിയ വോട്ടിനാണ് അവിടെ LDF സ്ഥാനാർത്ഥി ജയിച്ചത്. അതിലൊക്കെ തന്നെ കർത്തായുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് ED തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ KPCC സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. EDക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. ഈ വിഷയമാണ് ഇപ്പോൾ പുതിയതായി ചർച്ചയാകുന്നത്. കരിമണൽ ധാതു കടത്ത് മാത്രമല്ല, ഇത്തരത്തിൽ ദുരൂഹമായ ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന, ജനാധിപത്യ സംവിധാനത്തെ പോലും അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ശശിധരൻ കർത്ത നടത്തി എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വലിയ ചർച്ചയാണ്. മാത്രമല്ല, ഈ വിഷയത്തിലും ED വ്യക്തമായ അന്വേഷണം നടത്തി ഇദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശക്തമായ നടപടി എടുക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടും ഈ വിഷയങ്ങൾ ED പരിശോധിക്കണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് KPCC സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു എന്നുള്ള പരാതിയാണ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ CMRL സ്ഥാപനം MDയുമായ ശശിധരൻ കർത്ത ഇടപെട്ടു എന്ന ആരോപണവുമായിട്ടാണ് KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ED അഡീഷണൽ ഡയറക്ടർക്കാണ് ഔദ്യോഗികമായിട്ട് സുരേഷ് പരാതി നൽകിയിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തെ, പാർലമെന്ററി സംവിധാനത്തെ, രാജ്യത്തെ നിയമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ശശിധരൻ കർത്ത ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടത് എന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, ഈ ഇടപാടുകളിലൊക്കെ തന്നെ നിലവിൽ ED അന്വേഷണം നേരിടുന്ന ശശിധരൻ കർത്ത തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇടപെട്ടു എന്നാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് ആരോപിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതിനിധിയായി KPCC സെക്രട്ടറി ആരോപിക്കുന്നത്. അതുപോലെ വിവിധ സാമുദായിക സംഘടനാ കേന്ദ്രങ്ങളിലടക്കം സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു. ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം. CMRL കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ശശിധരൻ കർത്തയും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും നടത്തിയ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കണം. മണലൂർ മണ്ഡലത്തിൽ വ്യാപകമായി ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, പണമൊഴുക്കി തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. മണലൂർ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പല തരത്തിലുള്ള മാൽ പ്രാക്ടീസുകളും നടന്നതായിട്ടാണ് ഇപ്പോൾ KPCC സെക്രട്ടറി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ED ഡയറക്ടർക്ക്, അഡീഷണൽ ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ധനവിനിയോഗങ്ങൾ, ആ കാലഘട്ടത്തിൽ നടന്ന ധനവിനിയോഗങ്ങൾ, ആർക്കൊക്കെ പണം കൊടുത്തു, ആരെയൊക്കെ സ്വാധീനിച്ചു, ഏതൊക്കെ അക്കൗണ്ടുകളിലേക്ക് പണം കൊടുത്തു, ഇദ്ദേഹത്തെ ആരൊക്കെ വിളിച്ചു, ഇദ്ദേഹം ആരെയൊക്കെ വിളിച്ചു എന്നുള്ള കാര്യം അടക്കം അന്വേഷിക്കണം. മണലൂരിൽ TN പ്രതാപനെ തോൽപ്പിക്കാൻ വേണ്ടി ഇയാൾ സ്വാധീനം ഉപയോഗിച്ച് പല തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമങ്ങളും നടത്തിയതായുള്ള വളരെ ഗുരുതരമായ, ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ KPCC ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുവേണ്ടിയാണ് KPCC സെക്രട്ടറി കൂടിയായ സുരേഷ് പരാതി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിലടക്കം കൂനിന്മേൽ കുരുപോലെ ശശിധരൻ കർത്തയ്ക്കെതിരെ ആരോപണ പെരുമഴയാണ് നടക്കുന്നത്. ധാതുമണൽ കടത്ത്, അനധികൃതമായ ഇടപെടൽ, LDF സർക്കാരുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ, മുഖ്യമന്ത്രിയുടെ മകൾക്ക് ആവശ്യമില്ലാതെ പണം കൊടുത്തത്, മാസപ്പടി കേസ്, അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ. ഇദ്ദേഹം ഹൈക്കോടതിയിലടക്കം ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളൊക്കെ നിരുപാധികം തള്ളുകയായിരുന്നു. ഈ വിഷയത്തിൽ ED ഡയറക്ടർക്കാണ് KPCC സെക്രട്ടറി പരാതി കൊടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിലും ശക്തമായ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തുവരുന്നത്.